ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാച്ചോറാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തേങ്ങാച്ചോറ് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇല്ല, ട്രൈ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ദാണ്ടെ ഞാനൊന്ന് അടച്ച് വെച്ചായിരുന്നു പെട്ടെന്നൊന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാണ്ടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് പൊന്നിയരിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി റൈസിൽ, ബസ്മതി റൈസിൽ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം, പൊന്നിയരിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, അതിൽ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പോളം അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് റൈസ് ഒന്ന് നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ആവും കേട്ടോ ഇതൊന്ന് വെന്ത് വരാൻ. ഇപ്പോൾ റൈസ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം പൊന്നിയരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. ഇതാണ് പരുവം. ഇതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേവിച്ചാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതെടുത്ത് ഊറ്റി മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ഫ്രൈ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10-15ഓളം വെളുത്തുള്ളി അല്ലിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4 വറ്റൽമുളകും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വറ്റൽമുളക് കാശ്മീരി ആണ് കേട്ടോ. അപ്പം അധികം എരിവില്ലാത്തത് കൊണ്ടാണ് 4 എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ, അല്ല സാധാരണ മുളകാണ് എടുക്കുന്നതെങ്കിൽ 2 ഒക്കെ എടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് കൂട്ടിക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം ഇത്. ഈ വെളുത്തുള്ളിയുടെയൊക്കെ കളർ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവമാകുമ്പോഴേക്കും നമുക്കിത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം കേട്ടോ. പക്ഷേ എണ്ണ വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പം അതുകൊണ്ടാണ് ഞാൻ അധികം എണ്ണ ചേർക്കാത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അങ്ങ് വറുത്തെടുക്കാം. കളർ മാറി ബ്രൗൺ നിറത്തിലോട്ടൊക്കെ എത്തണം. അപ്പം നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടുത്ത് തന്നെ നിന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണം. വെച്ചിട്ടോടെ പോകരുത്, ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ആകെ കുളമാവും, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കൂടെ നിന്ന് തന്നെ ഒന്ന് റോസ്റ്റ് ആക്കിയാൽ മതി. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനൊരു കഷ്ടപ്പാടുള്ള പണിയായിട്ട് എനിക്ക് തോന്നിയത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അല്ലാണ്ട് ഇപ്പം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ കളറൊക്കെ മാറി ബ്രൗൺ നിറത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി വഴറ്റി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ, ടേസ്റ്റ് മാറും. അപ്പോൾ ഈ പരുവാകുമ്പോഴേക്കും നമുക്കിത് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് വരണേ. അപ്പം നമുക്കിനി ആ സമയം കൊണ്ട് നമ്മൾ റൈസ് റെഡിയാക്കുന്ന ആ ഒരു അത്യാവശ്യം വലിയൊരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഈ സമയം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നെയ്യല്ല, ഓയിൽ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. നെയ്യാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ചേർത്തതാണ് കേട്ടോ. കുറച്ച് പൊട്ടുകടലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് കടുക് ചേർക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കടുക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇത് അത്യാവശ്യം കളർ മാറുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉഴുന്നിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പരുവൊക്കെ വരെ ഒന്ന് വഴറ്റിയാൽ മതിയാവേ.
അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഒന്ന് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള അരിയുമ്പോൾ കുറച്ച് നന്നായിട്ട് ചെറുതായിട്ട് അരിയാനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചോപ്പറിലിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിനി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് കളറൊന്നും മാറി വരണ്ട, ഒന്ന് വെന്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. അപ്പം ഒരുപാട് നേരം ഒന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. അപ്പം തീ നന്നായിട്ട് കുറച്ചിട്ട് ഒന്ന് വെച്ചിട്ട് വായോ, നമുക്ക് വേറൊരു പണിയുണ്ട്. അപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന സംഭവമൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടെടുക്കാം. കൂടെ നമ്മൾ ആ റോസ്റ്റാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഈ സമയമായിട്ട് ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ദാണ്ട ഞാനെല്ലാം ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് നമ്മുടെ ചമ്മന്തിയൊക്കെ അരയ്ക്കുമല്ലോ, അതിലും കുറച്ചും കൂടെ പൊടിഞ്ഞ് വരണേ. വെള്ളം ഒന്നും ചേർക്കാതെ വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. കണ്ടോ ഈ പരുവമാണ്. അപ്പോൾ ഈ പരുവം വരെ അരച്ചെടുത്തിട്ട് നമുക്കിത് ആ വഴണ്ട് വന്ന ആ നമ്മുടെ സവാളയുടെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇടുന്ന വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാട്ടോ. ഇടുന്ന ആ ഒരു വെപ്രാളത്തിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ലൊരു മണമാണ് കേട്ടോ ഇതിന്. റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കിക്കോ, പൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ റൈസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ പണിയൊന്നുമില്ല, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ബലമൊന്നും കൊടുക്കേണ്ട, കാര്യം റൈസ് ചിലപ്പം പൊടിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ആ മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാൻ നന്നായിട്ട് ഒന്നങ്ങ് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം വീണ്ടും ഒന്നും കൂടെ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ആ മസാലയൊക്കെ ചോറിനകത്തോട്ടൊന്ന് പിടിച്ചോട്ടെ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട 1 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ കറികളൊന്നും വേണമെന്നില്ല. ഇനി ഇപ്പോൾ ഒരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു സലാഡോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ചോറാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് തണുക്കുമ്പോഴും ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റൈസ് കണ്ടോ, കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനിയും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.